ആനക്കുളത്തിന് സമീപം ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 4ആയി, 11 പേർ പരുക്കേറ്റ് ചികിത്സയിലാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, 50 അടി താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത് എന്നതാണ് റിപ്പോർട്ട്. ഈ അപകടത്തിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്നത് ഇപ്പോൾ വ്യക്തമാകുന്നു. 4 പേർ മരണമടഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ. ഇടുക്കി മാങ്കുളം ആനക്കുളത്തിന് സമീപമാണ് ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. 4 പേർ മരിച്ചു എന്നുള്ളതാണ്. 11 പേർ പരുക്കേറ്റ് ചികിത്സയിലാണ്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്നതാണ്. രാഹുൽ, വിശദാംശങ്ങൾ. അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ ട്രാവലർ മറിഞ്ഞുള്ള അപകടം ഉണ്ടാകുന്നത്. അത് ഇത്ര വലിയ തീവ്രത ഉണ്ടാക്കുന്ന ഒരു അപകടമായി മാറുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നതല്ല. 2 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ പിതാവ്, 70 വയസ്സുള്ള മറ്റൊരാൾ, 38 വയസ്സുള്ള മറ്റൊരാൾ, എന്നിങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാങ്കുളത്തിനും അതുപോലെ തന്നെ ആനക്കുളത്തിനും ഇടയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് പലതവണ ഈ സ്ഥലത്ത് അപകടം ഉണ്ടായിട്ടുള്ളതാണ്. 15 തവണ അപകടം ഉണ്ടായിട്ടുള്ളതാണ്. ഒരു എന്താ പറയുക, നാട്ടുകാർ വലിയ തരത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പലതരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രാവർത്തികമായില്ല എന്നുള്ള ഒരു വലിയ പരാതി നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണമായത് എന്നുള്ളതും നാട്ടുകാർ ഒരു പരാതി പോലെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മരിച്ചവരിൽ ചിന്നമന്നൂർ സ്വദേശി ഗുണശേഖരൻ 71 വയസ്സാണ്. തേനി സ്വദേശി അവിനാഷ് മൂർത്തി 30 വയസ്സ്. അതുപോലെ തന്നെ ഈ അവിനാഷിന്റെ മകൻ തൻവിക് 2 വയസ്സ്. ഈറോഡ് വിശാഖ മെറ്റൽ ഉടമ PK സേതു എന്നിവരാണ് ഈ മരിച്ച 4 പേരെന്ന് പറയുന്നത്. ബാക്കി 10 പേരുണ്ട്. ഈ 10 പേരും ചികിത്സയിലാണ്. ആദ്യം ഈ പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടുത്തെ ചികിത്സാ സംവിധാനം അത്ര പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കാം അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരും തന്നെ ചികിത്സയില്ല. തൊട്ടടുത്ത് മറ്റൊരു സ്വകാര്യ ആശുപത്രിയുണ്ട്. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആശുപത്രി അടിമാലിയിലുണ്ട്. അവിടെ 4 പേർ ചികിത്സയിലുണ്ട്. ബാക്കി 6 പേരെയും തൊടുപുഴയിലും അതുപോലെ തന്നെ കോതമംഗലത്തേക്കുമായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ അഭിനവിന്റെ മരണം തൊടുപുഴയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ഇവർ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയതാണ്. ആനക്കുളത്ത് ആനകളെ കാണുന്നതിന് വേണ്ടി ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് അവർ മൂന്നാറിൽ നിന്ന് പുറപ്പെടുന്നത്. 5 മണിയോട് കൂടി ആനക്കുളത്തിന് സമീപത്ത് വെച്ചുള്ള ഈ വളവിൽ, ഈ കുത്തിറക്കത്തിൽ വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. തമിഴ്നാട് സ്വദേശികളായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് അത്ര പരിചയം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. ഈ വളവിനും ഈ ഇറക്കത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കാണുമ്പോൾ വലിയ ഒരു കുത്തിറക്കം തോന്നില്ലെങ്കിലും വാഹനങ്ങൾ കൃത്യമായി ഓടിച്ചില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ട്രാവലർ പോലുള്ള വാഹനങ്ങൾ പെട്ടെന്ന് അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. വലിയ ഗിയറിൽ ഇറങ്ങി പോകേണ്ടതുണ്ട്. പക്ഷേ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അത് അത്ര പരിചയം ഉണ്ടാകില്ല. അതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെയാണ് പറയേണ്ടത്. ഇനി വാഹനത്തിന് മറ്റെന്തെങ്കിലും തകരാറുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചതിന് ശേഷമേ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാനും കഴിയുള്ളൂ. എന്തായാലും ഈ അപകടം പറ്റിയ ഉടൻ തന്നെ നാട്ടുകാർ ഈ സ്ഥലത്തേക്ക് ഓടിക്കൂടുകയും ഇവരെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. ചില ആളുകൾ വാഹനത്തിനടിയിലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നാട്ടുകാർ ഉടൻ തന്നെ ഇവരെ അതിലെ വന്ന മറ്റ് വിനോദസഞ്ചാരികളുടെ വാഹനത്തിൽ കയറ്റിയാണ് ഈ ആശുപത്രികളിലേക്കൊക്കെ മാറ്റുകയും ചെയ്തത്. ഇടുക്കി മാങ്കുളത്താണ് നിയന്ത്രണമറ്റ ട്രാവലർ 50 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 പേർ മരണമടഞ്ഞത്.